ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ് ഗൈസ്. യെസ്, നസ്രിയയുടെ ഒരുപാട് നാളത്തേക്ക് ശേഷം ഉള്ള ഒരു സിനിമ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒരു നല്ലൊരു പടം. നമുക്ക് ഇങ്ങനെ ഒരു അനാവശ്യമായിട്ട് ഒരു ബോറടിപ്പിക്കാതെ ഇങ്ങനെ കണ്ടുകൊണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റും. അതാണ് സിനിമ. പടത്തിന്റെ ഡയറക്ടർ വന്നിട്ട് MC ജിതിൻ. പുള്ളിക്കാരന് മുന്നേ നോൺസെൻസ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഞാൻ ആ സിനിമ കണ്ടു. എനിക്ക് ആ സിനിമ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് വെച്ച് നോക്കണമെങ്കിൽ ഈ പടം ഒരു വളരെ നല്ലൊരു ഗുഡ് ട്രൈ ആയിരുന്നു. അത് വർക്കൗട്ട് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. റിട്ടേൺ ബൈ സെയിം MC ജിതിൻ, അതുൽ രാമചന്ദ്രൻ, പിന്നെ ലിബിൻ TB. ഇവർക്കാണ് കൈയടി കൊടുക്കേണ്ടത്. കാരണം ഇതിൻ്റെ സ്റ്റോറി ഒരു രക്ഷയില്ല. കിട്ടില്ല സ്റ്റോറിയാണ്. കാരണം ആ സ്ട്രോങ് സ്ക്രിപ്റ്റ് എന്താണെന്ന് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആക്ച്വലി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കിടിലം സ്ട്രോങ് സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇവിടെയാണ് മലയാളം ഇൻഡസ്ട്രി പിടിച്ച് നിൽക്കുന്ന ഒറ്റ കാര്യം. വേറെ ഒരുത്തനില്ലാത്ത സാധനം നമുക്കുണ്ട്, പ്രോപ്പർ സ്റ്റോറിയും സ്ക്രിപ്റ്റും. പിന്നെ മെയിൻ ആക്ടേഴ്സ് നസ്രിയ, ബേസിൽ, ദീപക്, പൂജ. നസ്രിയയുടെ പെർഫോമൻസ് വരുന്നത് നല്ലൊരു പെർഫോമൻസ്. എപ്പോഴും നസ്രിയയുടെ ഒരു ക്യൂട്ട്നെസ് ആ സ്ക്രീനിൽ നല്ലോണം തിളങ്ങി നിൽപ്പുണ്ട്. നല്ല രസം. നസ്രിയയുടെ സീരിയസ്നെസ്സും അതൊക്കെ ഭയങ്കര രസമാണ്, കണ്ടുകൊണ്ടെങ്കിൽ ഇരിക്കാം നസ്രിയയുടെ പെർഫോമൻസ്. പിന്നെ ബേസിൽ ഒരു രക്ഷയില്ല, അടിപൊളി. ബേസിലാണ് താരം. ബേസിൽ ഒരു രക്ഷയില്ല, അഴിഞ്ഞാടി ബേസിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൻ്റെ ഒരു നമ്മൾ ജയ് 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 ഹേ ആ ഒരു ജേണറൊക്കെ വിചാരിക്കും. പക്ഷെ ആ ഒരു ജേണർ അല്ല പോകുന്ന പടം വേറെ ലെവലിൽ കയറി പിടിക്കും അവസാനം. പിന്നെ ദീപക് ഉണ്ട്, പിന്നെ പൂജയുടെ പെർഫോമൻസ് എനിക്ക് ചില സമയത്ത് കുറച്ച് ക്ലീഷായിട്ടൊക്കെ തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ട ചില എടുത്ത്. പിന്നെ നമ്മുടെ മനോഹരി ജോയ്, അത് പുള്ളിക്കാരുടെ പെർഫോമൻസ്, അതായത് ബേസിലിൻ്റെ അമ്മയായിട്ട് വരുന്നു. കിടിലം. ഇതിൽ പുള്ളിക്കാർക്ക് ഒരു കിടിലം ഒരു ടേണിങ് പോയിന്റ് ആയിരിക്കും ഫിലിം ഇൻഡസ്ട്രിയിൽ കിട്ടുന്നത്. കിടിലോസ്കി സാധനമായിരുന്നു പുള്ളിക്കാരിയിട്ടിരിക്കുന്നത്. ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു രക്ഷയില്ല. ട്വിസ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത്രയ്ക്കുള്ളൊരു ട്വിസ്റ്റ്, അടിപൊളി ട്വിസ്റ്റായിരുന്നു അവസാനം മൊത്തം മാറും. പിന്നെ എഡിറ്റിങ്ങിന് ഇതിന് പ്രത്യേകം ഒരു കൈയടി കൊടുത്തേ പറ്റുള്ളൂ. എഡിറ്റിങ് അത്ര മെനക്കെട്ടിട്ടുണ്ട്. കിടിലം എഡിറ്റിംഗ് ആയിരുന്നു. എഡിറ്റിംഗ് ചെയ്തത് ചമ്മൻ ചാക്കു. പെർഫെക്റ്റ് എഡിറ്റിംഗ് ബ്രോ, പൊളിയായിരുന്നു. പിന്നെ ആൻഡ് ലാസ്റ്റ് മ്യൂസിക്, ക്രിസ്റ്റോ എക്സേവിയറിൻ്റെ BGM സ്കോർ ഒരു രക്ഷയില്ല. നൈസ് സ്കോർ, നല്ല പറക്കി എടുത്തിട്ടുണ്ട്. BGM നൈസായിരുന്നു. പിന്നെ എനിക്ക് അവസാനത്തെ സോങ്ങും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഇതിൽ നെഗറ്റീവല്ല. എനിക്ക് പടത്തിന് ഓവറോൾ എനിക്ക് പറയാനുള്ളൂ, അങ്ങനെ അതിഗംഭീര കിടിലം പടമൊന്നും ആയിട്ടൊന്നുമില്ല. ഓക്കെ, നല്ലൊരു പടം, നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് സൂക്ഷ്മദർശിനി. ആ ഒരു പേരും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഓക്കെ. പക്ഷേ എനിക്ക് ഒരു ഇച്ചിരി ചില കോമഡിന്ന് എനിക്ക് അങ്ങോട്ട് വർക്കൗട്ടായി. എനിക്ക് പേഴ്സണലി കുറച്ച് വർക്കൗട്ടായിട്ടില്ല. പക്ഷേ തിയേറ്ററിലൊക്കെ നല്ല ചിരിയും ബോളമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നാത്തതാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ചില കോമഡി വർക്കൗട്ടായി, ചിലതൊക്കെ എനിക്ക് അവിടെ ഇവിടെ വർക്കൗട്ടായി. ബേസിലിൻ്റെയൊക്കെ എനിക്ക് സൂപ്പറായിട്ട് വർക്കൗട്ടായി. കാരണം ബേസിലിന് ആ ഒരു കിടം ഹ്യൂമറാണ്, കോമഡി ഹ്യൂമറൊക്കെ അടിപൊളി ബേസിൽ അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നസ്രിയയുടെ ഒരു കിടലം പടം. പിന്നെ ഭാവന സ്റ്റുഡിയോസാണ് ഈ പടം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഒരു ഗുഡ് മൂവി എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പ്ലീസ് ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ്. പടം കണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC. എല്ലാം ആവട്ടെ. ബൈ.